ഹായ് ഓൾ, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ചെറിയ കേക്ക് വ്ളോഗായിട്ടാണ് കേട്ടോ. എൻ്റെ ഒരു ദിവസത്തെ കേക്ക് ഓർഡറിൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ആദ്യം ഡെലിവർ ചെയ്യാനുള്ള കേക്കാണ് കേട്ടോ ഇത് 1 kg ഒരു കാരമൽ ബ്ലാക്ക് ഫോറസ്റ്റ് ആണ്. അപ്പോൾ ഇതിൻ്റെ റെസിപ്പി വീഡിയോ നമ്മൾ മുന്നേ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇതിന് തൊട്ട് മുന്നത്തെ വീഡിയോ ഇതായിരുന്നു. അപ്പോൾ ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. താല്പര്യമുള്ളവരൊന്ന് കണ്ടു നോക്കുക കേട്ടോ. ഒരു വെറൈറ്റി ആയിട്ടുള്ള കേക്കാണ്. പിന്നെ ഈ കേക്ക് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളിതാ ഇതുപോലെയുള്ള ചോക്ലേറ്റ് ഡെക്കറേഷനാണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ചോക്ലേറ്റ് ഡെക്കറേഷനൊക്കെ തയ്യാറാക്കുന്നതിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ മുന്നേ ചെയ്തിട്ടുണ്ട് കേട്ടോ. 2 വീഡിയോ ഇട്ടിട്ടുണ്ട് ചോക്ലേറ്റ് ഡെക്കറേഷൻ്റെ. അതിൽ ചോക്ലേറ്റിൻ്റെ പല രീതിയിലുള്ള ഡിസൈൻസും അതുപോലെ ചോക്ലേറ്റ് സിഗേഴ്സൊക്കെ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോ കാണാൻ താല്പര്യമുള്ളവർ കണ്ടു നോക്കുക കേട്ടോ. അതിൻ്റെ ലിങ്കും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ഡെക്കറേഷനൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഒന്ന് ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷം പിന്നെ ഞാൻ കേക്ക് ബോക്സിലാക്കിയിട്ട് ഡെലിവർ ചെയ്തു. പിന്നെ പിറ്റേന്ന് ഒരു റെഡ് വെൽവെറ്റ് കേക്കും കൊടുക്കാനുണ്ടായിരുന്നു. 1/2 kg റെഡ് വെൽവെറ്റ് കേക്കാണ് കേട്ടോ ഇത്. അപ്പോൾ അതിനുള്ള സ്പഞ്ചൊക്കെ തയ്യാറാക്കിയിട്ട് ചൂടാറിയതിന് ശേഷം ഞാനിതുപോലെ 3 ലെയറാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ കേക്കിലേക്ക് ക്രീം ചീസ് ഫ്രോസ്റ്റിംഗ് ആണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ടേൺ ടേബിളിൻ്റെ മുകളിൽ കേക്ക് ബോർഡ് വെച്ച് കൊടുത്തിട്ട് അതിൻ്റെ നടുക്കൽപ്പം അതുപോലെ ക്രീമാക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ഫസ്റ്റ് ലെയർ കേക്ക് വെച്ച് കൊടുക്കാം. അപ്പോൾ റെഡ് വെൽവെറ്റ് കേക്കിൻ്റെ റെസിപ്പിയൊക്കെ നമ്മൾ മുന്നേ ചെയ്തത് കാരണം കേട്ടോ ഈ ഒരു വീഡിയോയിൽ ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്നില്ല. അപ്പോൾ അറിയാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കുക. അതിൻ്റെ ലിങ്ക് വേണമെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. കേക്കിന് നമ്മളിവിടെ ഫുള്ളായിട്ട് ക്രീം ചീസ് വിപ്പിഡ് ക്രീം വെച്ചിട്ട് തന്നെയാണ് കേട്ടോ കവർ ചെയ്തെടുത്തിട്ടുള്ളത്. പിന്നെ സൈഡിലായിട്ട് ഇതുപോലെ നമ്മൾ കേക്കിൻ്റെ ക്രംസും കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി കേക്കിന് നേരെ ഫ്രിഡ്ജിലേക്ക് വെക്കുകയാണ് കേട്ടോ. പിന്നെ ഒരു പ്ലം കേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഡ്രൈ ഫ്രൂട്ട്സ് എന്ന് പറഞ്ഞാൽ ഞാൻ കറുത്ത മുന്തിരി എടുത്തിട്ടുണ്ട്, ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ കുറച്ച് ഡേറ്റ്സും പല കളറിലുള്ള ഡ്യൂട്ടി ഫ്രൂട്ടിയും റൈസിൻസൊക്കെയാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതൊന്ന് സോക്ക് ചെയ്യണം. അപ്പോൾ ഞാനിവിടെ ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള സോക്കിംഗ് ആണ് കേട്ടോ ചെയ്യുന്നത്. പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ള സോക്കിംഗ് ആണ്. അപ്പോൾ ഈ പ്ലം കേക്കിൻ്റെ റെസിപ്പി വീഡിയോ ഞാനിതിൽ ഡീറ്റെയിൽഡ് ആയിട്ട് കാണിക്കുന്നില്ല കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് ഈ ഒരു പ്ലം കേക്കിൻ്റെ ബാറ്ററൊക്കെ എങ്ങനെ തയ്യാറാക്കുക എന്നുള്ളത് ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ കാണിക്കാം. അപ്പോൾ കേക്കിൻ്റെ ബാറ്ററൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിൽ കുറച്ച് അണ്ടിപ്പരിപ്പും അതുപോലെ മുന്തിരിയും കൂടെ വെച്ച് കൊടുത്ത ശേഷം നമുക്ക് ബേക്ക് ചെയ്യാനായിട്ട് വെക്കാം. അപ്പോൾ ഇതിന് മുന്നേ ഞാൻ ഒരുപാട് പ്ലം കേക്കിൻ്റെ വീഡിയോസ് ഇട്ടിട്ടുണ്ട് കേട്ടോ. ഗോതമ്പ് പൊടി വെച്ചിട്ടും അതുപോലെ അമൃതം പൊടി വെച്ചിട്ട് അല്ലാതെ സാധാരണ പ്ലം കേക്ക് തന്നെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് കുറച്ചും കൂടെ അതിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള ഒരു പ്ലം കേക്കാണ് കേട്ടോ. അപ്പോൾ മറക്കാതെ എല്ലാവരും അടുത്ത വീഡിയോ ഒന്ന് കണ്ടു നോക്കണേ. നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു പ്ലം കേക്കാണിത്. പിന്നെ പിറ്റേ ദിവസം രാവിലെയാണ് ഈ കേക്ക് ഫ്രിഡ്ജിൽ നിന്ന് പുറത്തെടുത്തിട്ട് ബാക്കി ഡെക്കറേഷനൊക്കെ ചെയ്യുന്നത്. കേക്കിൻ്റെ ഒരു സൈഡിലായിട്ട് ഇതുപോലെ സിമ്പിളായിട്ടുള്ള കുറച്ച് ഡെക്കറേഷനൊക്കെ ചെയ്തു. ഇനി ബാക്കി സൈഡ് നമ്മൾ പേരെഴുതാനായിട്ട് മാറ്റി വെച്ചിരിക്കുകയാണ് കേട്ടോ. പിന്നെ പേരെഴുതാൻ വേണ്ടിയിട്ട് ഞാനിതാ ഇതുപോലെ ഫോണ്ടൻറ്റിൻ്റെ ഒരു ഷീറ്റ് പരത്തി എടുത്തിട്ട് ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അതിൽ നമ്മൾ എഡിബിൾ പേന വെച്ചിട്ടാണ് എഴുതുന്നത്. അപ്പോൾ ഇതുപോലെയുള്ള നമുക്ക് പേരെഴുതാനോ അതുപോലെ ചെറിയ കേക്കിൽ ചെറിയ ഡെക്കറേഷനൊക്കെ ചെയ്യാനോ നമുക്ക് വീട്ടിൽ തന്നെ ഈസി ആയിട്ട് ഫോണ്ടൻറ്റ് തയ്യാറാക്കാം കേട്ടോ. അപ്പോൾ അതിൻ്റെ വീഡിയോ നമ്മൾ മുന്നേ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ ഈസി ആയിട്ട് എല്ലാവർക്കും വീട്ടിൽ ഫോണ്ടൻ്റൊക്കെ തയ്യാറാക്കിയെടുക്കാം.
പിന്നെ ഫോണ്ടൻ്റൊക്കെ പരത്തി വെച്ചാൽ ചിലരൊക്കെ പറയും ഒട്ടുന്നു എന്നൊക്കെ പറയും കേട്ടോ. പക്ഷേ നമ്മൾ ഈ CMC പൗഡറൊക്കെ ചേർത്തിട്ട് ഒന്ന് കുഴച്ച് ഇതുപോലെ പരത്തി എടുത്തിട്ട് പേരെഴുതുകയാണെങ്കിൽ ഒട്ടുന്ന ആ ഒരു ഇതിലൊന്നും കിട്ടില്ല കേട്ടോ. നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ ഇതുപോലെ പേരെഴുതാൻ വേണ്ടിയിട്ട് പറ്റും. ഇനി ഇത് കേക്കിൻ്റെ മുകളിൽ ഇതുപോലെ വെച്ച് കൊടുക്കാം. എന്നിട്ട് കേക്കിനെ ഞാൻ ബോക്സിലാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെക്കുകയാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. പിന്നെ ഒരു അരമണിക്കൂർ കൊണ്ട് ആ ഒരു കേക്ക് ഡെലിവർ ചെയ്തു. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മൾ ബേക്ക് ചെയ്തെടുത്തിട്ടുള്ള പ്ലം കേക്ക്. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ താഴെ കമൻറ്റ് ചെയ്യുക. പിന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യണേ. അപ്പോൾ ഇനി അടുത്ത റെസിപ്പിയുമായിട്ട് വീണ്ടും വരാം. താങ്ക്